എറണാകുളം ജില്ല എന്നത് വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിന്ന് പ്രവർത്തിക്കുന്ന മേഖലയാണ്. മുഹമ്മദ് ഷിയാസ് വി ഡി സതീശനൊപ്പം തോളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന DCC പ്രസിഡന്റാണ്. ആ നിലയ്ക്ക് തന്നെ അവർ ആഗ്രഹിക്കുന്ന മട്ടിൽ കാര്യങ്ങൾ പോവട്ടെ എന്ന് KC വേണുഗോപാൽ തീരുമാനിച്ചതിന് പിന്നിൽ അദ്ദേഹത്തിന് ഗ്രൂപ്പ് താല്പര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല, പക്ഷേ അതിനപ്പുറത്തുള്ള ചില കാരണങ്ങൾ കൂടിയുണ്ട്. പ്രത്യേകിച്ച് ലത്തീൻ സഭയിൽ നിന്ന് തന്നെ അവർ താല്പര്യപ്പെടുന്ന ഒരാൾ മേയറായി വരണം എന്നുള്ള താല്പര്യം പ്രകടമാക്കിയിരുന്നു. അത് ഖണ്ഡിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ സ്വാഭാവികമായും ആലപ്പുഴ അടക്കമുള്ള പ്രദേശങ്ങളിൽ KC വേണുഗോപാലിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ ലത്തീൻ സമുദായത്തിൽ നിന്നൊരു തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ള സംശയം ഒരുപക്ഷെ KC വേണുഗോപാലിനുണ്ടായിട്ടുണ്ടാവാം. അതുമാത്രമല്ല, ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് കടക്കുമ്പോൾ ആ നിലയ്ക്കൊരു വിട്ടുവീഴ്ച ഇവിടെ ചെയ്തതിൻ്റെ ബാക്കി എല്ലാ സാധ്യതയും ഇനി KC വേണുഗോപാലിനും ഒപ്പം നിൽക്കുന്നവർക്കും പ്രയോജനപ്പെടുത്താനും കഴിയും. ഇന്നിപ്പോൾ കൃത്യമായി KC വേണുഗോപാൽ പക്ഷം എന്നതാണ്, അല്ലെങ്കിൽ KC വേണുഗോപാൽ ഗ്രൂപ്പ് എന്നതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രൂപ്പ് തൽക്കാലം കോൺഗ്രസിൽ എന്നതൊരു യാഥാർത്ഥ്യമായി നിൽക്കെ ഐ ഗ്രൂപ്പിലും എ ഗ്രൂപ്പിലും ഉൾപ്പെട്ടവർ KC വേണുഗോപാലിനൊപ്പം നിൽക്കുന്നവരുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമായി നിൽക്കുകയാണ് ഇന്നിപ്പോൾ മാത്യു കുഴൽനാടൻ്റെ പരാമർശം വരുന്നത്. ഇനി അങ്ങോട്ട് അങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യത്തിലും ഭൂരിപക്ഷം മാത്രം നോക്കിയാൽ മതിയല്ലോ എന്നത് ഒരു സംശയവുമില്ല. അത് വി ഡി സതീശൻ അടക്കമുള്ളവർക്ക്, അല്ലെങ്കിൽ ഈ തീരുമാനമെടുത്തവർക്ക് നേരെയുള്ള ഭീഷണി തന്നെയാണ്. ആ നിലയ്ക്കായിരിക്കും ഇനി തുടർന്നങ്ങോട്ട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസിലെ തർക്കങ്ങൾ മുറുകുക.